നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കിൻ കെയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക നമ്മുടെ സ്കിൻ എപ്പോഴും ടീനേജിൽ എങ്ങനെയാണോ നമ്മുടെ സ്കിൻ ഉണ്ടായിരുന്നത് അതുപോലെ ഉണ്ടാവണം. ഫേസിൽ എപ്പോഴും നല്ലൊരു ഗ്ലോ ഉണ്ടാവണം, നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം. ഈ ഡാർക്ക് സ്പോട്ട്സും റിങ്കിൾസും പിഗ്മെൻറ്റേഷനും ഒന്നും ഇല്ലാണ്ട് എപ്പോഴും എന്താ പറയുക ഗ്ലാസ് സ്കിൻ ആയിരിക്കണം എന്നൊക്കെയാണ്. അപ്പം നമ്മുടെ ഏജ് കൂടുന്തോറും നമ്മുടെ സ്കിന്നിൻ്റെ പ്രായം കുറയണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന ഒരു ഹോം റെമഡി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫേസ് പാക്കിലെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഴമാണ്. ഇത് ഇവിടെ കിട്ടുന്ന റോബസ്റ്റ് പഴമാണ്. അപ്പോൾ ഞാൻ പഴം നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇതിപ്പം മിക്സിയിൽ അരച്ചെടുത്തതാണ്. നമുക്കിതുപോലെ മിക്സിയിൽ അരച്ചെടുക്കാം, അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് നല്ലോണം മാഷ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്കാണ് നമ്മൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് പൊട്ടാറ്റോ ആണ്. ഇത് പൊട്ടാറ്റോ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഹെർബ് ടോണി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പൊട്ടാറ്റോ പൗഡറാണ്. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തു. അപ്പോൾ നിങ്ങളുടെ കൈവശം പൊട്ടാറ്റോ പൗഡർ ഇല്ലെങ്കിൽ പൊട്ടാറ്റോ അരച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ തേനാണ്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലാക്സ് സീഡ് ഓയിലാണ്. ഇതും ഇതേ ബ്രാൻഡിൻ്റെതാണ്, നല്ലതാണ് കേട്ടോ. അപ്പം ഏകദേശം 1 തുള്ളി മതി, 1-2 തുള്ളി ഫ്ലാക്സ് സീഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി അതില്ലെങ്കിൽ നിങ്ങൾ സ്വീറ്റ് ആൽമണ്ട് ഓയിലോ വെർജിൻ കോക്കനട്ട് ഓയിലോ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് തിളപ്പിക്കാത്ത പാലാണ്. അപ്പോൾ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. ഈ ഒരു പാക്ക് ഒരിക്കലും സ്കിന്നിനെ ഡ്രൈ ആക്കില്ല. നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടത്. ഇതാണ് നമ്മൾ ക്ലീനായ ഒരു ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 3 തവണയൊക്കെ യൂസ് ചെയ്യാം. സ്ക്രബിങ്ങിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നെസ് ഫേസിലുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി നേരത്തെ സ്ക്രബ് ചെയ്തതുകൊണ്ട് അതിപ്പം കാണിക്കുന്നില്ല. ഡയറക്റ്റ് പാക്ക് അപ്ലൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ പഴം നന്നായിട്ട് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒന്നും വരാണ്ട് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ആക്നി മാർക്സ് ഫെയ്ഡ് ആക്കാൻ സഹായിക്കും. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഉരുളക്കിഴങ്ങ് പിഗ്മെൻറ്റേഷന് നല്ലതാണ്, ഡാർക്ക് സ്പോട്ട്സിന് നല്ലതാണ്. പിന്നെ തേനും നന്നായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർ തേൻ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ പാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പാല് സ്കിന്നിനെ ലൈറ്റൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതാണ്. ഇനി പാല് അലർജി ഉള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് പാലിന് പകരം തൈര് യൂസ് ചെയ്യാം. പിന്നെ ഫ്ലാക്സ് സീഡ് ഓയിൽ നന്നായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഫ്ലാക്സ് സീഡ് ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്കിന്ന് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒന്നും ഇല്ലാണ്ട് സ്കിന്ന് നല്ല ഗ്ലാസ് സ്കിന്നായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ ഡ്രൈ ആക്കാൻ വെച്ചു. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഇതാണ് നമ്മൾ ഫേസ് പാക്ക് കഴുകി പോക്കിയപ്പോഴുള്ള റിസൾട്ട്. നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട് ഫേസിന്, അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഇത് സ്കിൻ ലൈറ്റനിങ് ഫേസ് പാക്കാണ്. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് കൂടിയാണ്. പിന്നെ നല്ലൊരു ഗ്ലാസ് സ്കിൻ റെമഡി കൂടിയാണ്. നമ്മളിതിൽ ചേർത്ത് കൊടുത്ത ഫ്ലാക്സ് സീഡ് ഓയിൽ അത് റിങ്കിൾസ് വരുന്നത് റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താ പറയുക അതുകൊണ്ട് നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവുക ചെയ്യും. ഇങ്ങനെ തൂങ്ങിയിട്ട് നിൽക്കില്ല, പെട്ടെന്ന് ചുളിവുകളൊന്നും വരില്ല. പിന്നെ നന്നായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഫ്ലാക്സ് സീഡ് ഓയിൽ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ പൊടിയാണെങ്കിലും പിഗ്മെൻറ്റേഷന് നല്ലതാണ്, ഡാർക്ക് സ്പോട്ട്സിന് നല്ലതാണ്, ആക്നി മാർക്സിന് നല്ലതാണ്. പിന്നെ പഴം നന്നായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ് പഴം. നന്നായിട്ട് സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യുകയും ചെയ്യും. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിനേക്കാളും മുന്നേ ആയിട്ട് ഈ ബനാന പൊട്ടാറ്റോ ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ്സും നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ പാക്ക് സ്കിന്നിനെ ഡ്രൈ ആക്കിയിട്ടില്ല. നമ്മൾ തേന് ചേർത്ത് കൊടുത്തു, പാല് ചേർത്ത് കൊടുത്തു, ഫ്ലാക്സ് സീഡ് ഓയിൽ, പിന്നെ പഴം എല്ലാം കൂടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും സ്കിന്നിനെ ഡ്രൈ ആക്കുന്ന ഒരു പാക്കല്ല, നല്ലൊരു പാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തതാണെങ്കിൽ വീഡിയോ കാണുന്നവരെന്തായാലും കമൻറ്റ് ബോക്സ് കൂടെ ചെക്ക് ചെയ്യും. അപ്പോൾ അവർക്കൂടെ ഹെൽപ്പ് ആവും.
അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.